السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈറിൻ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർറിൻ. പ്രാർത്ഥന കേൾക്കുമ്പം അല്പം ദൈർഘ്യമുണ്ട് എന്ന് തോന്നാം, എങ്കിലും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ ഏതൊക്കെയാണ് എന്ന് പറയാം. ഒന്ന് നമ്മളുടെ ദീനാണ്, ദീന്. രണ്ടാമത്തത് ദുനിയാവാണ്. മൂന്നാമത്തത് ആഖിറത്താണ്. ദീനും ദുനിയാവും ആഖിറത്തും. നാലാമത്തത് നമ്മളുടെ ഹയാത്താണ്, നമ്മളുടെ ജീവിതം. അഞ്ചാമത്തത് നമ്മളുടെ മൗത്തും മരണവും. ഈ 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ദീന്, ദുനിയാവ്, ആഖിറത്ത്, ഹയാത്ത്, മൗത്ത്. അതിൽ ആദ്യത്തെ 3 ഏതൊക്കെയായിരുന്നത്? ദീന്, ദുനിയാവ്, ആഖിറത്ത്. അത് 3 നന്നാക്കി തരാനാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഇസ്ലാഹാണ്. ഇസ്ലാഹ്, നന്നാക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ അസ്ലിഹ് ലീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 3 കാര്യങ്ങളും പറയുന്നത്. എനിക്ക് നീ നന്നാക്കി തരണമേ. അപ്പൊ ഒന്നാമത്തത് എങ്ങനെയാണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി, എന്റെ ദീൻ നന്നാക്കി തരണം. എന്റെ ദീൻ നന്നാക്കി തരണം. എന്റെ ദീൻ നന്നാക്കി തരണം എന്ന് പറയാൻ കാരണം എന്താ? അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ കാര്യങ്ങളുടെ ഇസ്മത്ത്, സംരക്ഷണം അതിലാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി പോകുന്നത്, പ്രൊട്ടക്റ്റഡായി നിൽക്കുന്നത് എൻ്റെ ദീന് നന്നാവുമ്പോഴാണ്. അതുകൊണ്ട് പടച്ചോനെ എൻ്റെ ദീന് നന്നാക്കി തരണം എന്നതാ ഒന്ന്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. രണ്ടാമത്തത് ദുനിയാവാണല്ലോ, അതും ഇസ്ലാഹ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് വഅസ്ലിഹ് ലീ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എനിക്ക് നന്നാക്കി തരണം. എന്തിനെ? ദുനിയായ, എൻ്റെ ദുനിയാവിനെ. ദുനിയാവ് നന്നാക്കി തരണം എന്ന് പറയാൻ കാരണം എന്താ? എന്തിനാ ദുനിയാവ് നന്നാക്കി കിട്ടുന്നത്? അല്ലതി ഫീഹ മആശി, അതിലാണ് എൻ്റെ മആഷ് ഉള്ളത്. മആഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത മാർഗം. എനിക്ക് ജീവിക്കണമല്ലോ, ഇവിടെ നിലനിൽക്കണമല്ലോ. അതിനുള്ള മാർഗം, ഉപാധി എവിടെയുള്ളത്? എൻ്റെ ജീവിതോപാധി, എൻ്റെ ഉപജീവനം, അത് ദുനിയാവിലുള്ള. അതുകൊണ്ട് അത് നന്നാക്കി തരണം എന്ന് പറയുന്നത് പടച്ചോണ്ട്. വസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫിഹ മആശി. മൂന്നാമത്തത് വഅസ്ലിഹ് ലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് നന്നാക്കി തരണം. ഏതാ മൂന്നാമത്തെ നന്നാക്കി തരേണ്ട സംഗതി? എന്താ? ആഖിറത്ത്. ആഖിറതി വഅസ്ലിഹ് ലി ആഖിറതി. അത് നന്നാക്കി തരണം എന്ന് പറയാൻ കാരണം എന്താ? അല്ലതി ഫിഹ മആദി, അതിലാണ് എനിക്ക് മടങ്ങി ചെല്ലാനുള്ളത്. മആദ്, തിരിച്ചു ചെല്ലാനുള്ള ഇടം ആഖിറത്തിലാണ്, അവിടെയാണ്. അതുകൊണ്ട് അതും നല്ലതാവണം, നല്ലതാവണം. ഇനി ഹയാത്തിനെ കുറിച്ചും മൗത്തിനെ കുറിച്ചുമാണ് പറയാനുള്ളത്. ഹയാത്തിനെ കുറിച്ച് പറയാനുള്ളത് വജഅലിൽ ഹയാത്ത എന്നാണ്. ഹയാത്തിനെ നീ ആക്കണം എന്നാ. ഹയാത്തിനെ നന്നാക്കണം എന്നല്ല പറഞ്ഞത്, ഹയാത്തിനെ നീ ആക്കണം. എന്താക്കണം? സിയാദ. സിയാദ, സിയാദ എന്ന് പറഞ്ഞാൽ വർധനവ. സിയാദതൻ, വർധനവാക്കണം. എന്തിലുള്ള വർധനവാക്കണം? ഫി കുല്ലി ഖൈരിൻ, എല്ലാ നന്മയിലുള്ള. ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നതിനനുസരിച്ച്, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തിന്മകൾ കൂടല്ല വേണ്ടത്, പിന്നെയോ നന്മകൾ ഇങ്ങനെ കൂടണം, വർദ്ധിക്കണം. അപ്പൊ മൗത്തിനെ എന്താക്കേണ്ടത്? വജഅലിൽ മൗത, വജഅലിൽ മൗത, മരണത്തെ നീയാക്കണം. എന്താക്കണം? റാഹതൻ, ആശ്വാസമാക്കണം. എന്തിൽ നിന്നുള്ള ആശ്വാസം? മിൻ കുല്ലി ഷർറ്, എല്ലാ ഷർറിൽ നിന്നും.
പല ദോഷകരമായ സംഗതികളിൽ നിന്നും. ഇനിയും ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, മരണം എന്നെ പിടികൂടിയിരുന്നില്ലെങ്കിൽ അത് എനിക്ക് ദോഷകരമാകുമായിരുന്നു. മരണം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ദോഷകരമായി സംഭവിക്കാവുന്നതിൽ നിന്നൊക്കെയുള്ള ഒരു റാഹത്താണ്, ഒരാശ്വാസമായാണ് എനിക്ക് മരണം എന്ന അവസ്ഥയിലാക്കണം എൻ്റെ മരണത്തെ. അപ്പൊ 5 കാര്യങ്ങളാണ് പടച്ചോണ്ട് ചോദിക്കുന്നത്. ഒന്ന്, ദീന് ഇസ്ലാഹ നടത്താൻ വേണ്ടിയിട്ട്, ദീന് നന്നാക്കാൻ വേണ്ടി. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, കാരണം അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എൻ്റെ കാര്യങ്ങളുടെ സംരക്ഷണം അതിലാണ്. രണ്ടാമത്തത് വാസ്ലിഹ് ലി ദുനിയായ, എൻ്റെ ദുനിയാവ് നന്നാക്കണം. കാരണം അല്ലതീ എന്നല്ല കേട്ടോ, അല്ലത്തീ എന്നാണ്. ആ പദം സ്ത്രീലിംഗം ആയതുകൊണ്ട് അങ്ങനെ വന്നത്. അല്ലത്തീ ഫീഹ മആഷി, അതിലാണ് എൻ്റെ ജീവിത മാർഗമുള്ളത്. മൂന്നാമത്തത് നന്നാക്കേണ്ടത് എന്താ? ആഖിറത്ത്. വഅസ്ലിഹ് ലി ആഖിറത്തി, എൻ്റെ ആഖിറത്ത് നന്നാക്കണം. കാരണം അല്ലത്തീ ഫീഹ മആദി, അതും അല്ലത്തീ തന്നെ കേട്ടോ. ആഖിറത്ത് എന്നുള്ള സ്ത്രീലിംഗാണ്. അല്ലത്തീ ഫീഹ മആദി, അതിലാണ് എൻ്റെ മടക്കം, എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ളത് അവിടെയാണ്. ഇനി ഹയാത്ത് എന്താക്കണം? വജാലിൽ ഹയാത്ത്, ഹയാത്തിനെ നീയാക്കണം, ജീവിതത്തിന് നീയാക്കണം. എന്താക്കണം? സിയാദത്താണ് ആക്കേണ്ടത്, വർധനവാണ് ആക്കേണ്ടത്. എന്തിലുള്ള വർധനവ്? ഫി കുല്ലി ഖൈരിൻ, എല്ലാ ഖൈറിലുമുള്ള, എല്ലാ നന്മയിലുമുള്ള. ഇനി മൗത്തിനെ എന്താക്കണം? മരണത്തെ എന്താക്കണം? വജാലിൽ മൗത്ത, മരണത്തെ നീയാക്കണം. റാഹത്താണ് ആക്കേണ്ടത്, ആശ്വാസമാണ് ആക്കേണ്ടത്. എന്തിൽ നിന്നുള്ള? മിൻ കുല്ലി ഷർരിൻ, എല്ലാ ദോഷകരമായ സംഗതികളിൽ നിന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മളുടെ ദീനിനെയും നമ്മളുടെ ദുനിയാവിനെയും നമ്മളുടെ ആഖിറത്തിനെയും ഏറ്റവും നല്ലതാക്കി തരികയും നമ്മളുടെ ജീവിതത്തെ നന്മയിലുള്ള വർധനവും നമ്മളുടെ മരണത്തെ എല്ലാ ദോഷകരമായ സംഗതികളിൽ നിന്നുള്ള ആശ്വാസവുമാക്കി നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥന പരമാവധി പഠിച്ച് മനസ്സറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.